നൂറു പൂക്കളേ നൂറു നൂറു പൂക്കളേ സലാം 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 സലാം. നമസ്തേ. ക്ഷേത്ര ഉത്സവത്തിൽ വീണ്ടും വിപ്ലവ ഗാനം പാടി ഗസൽ ഗായകൻ അലോഷി. ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇണ്ടിലേപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിലാണ് വീണ്ടും വിപ്ലവ ഗാനവുമായി അലോഷിയും സംഘവും എത്തിയിരിക്കുന്നത്. അമ്പലത്തിൽ കയറി കസർത്ത് കാണിക്കാൻ ഇവർക്കൊക്കെ ആരാണ് ഇത്രയും ധൈര്യം നൽകുന്നതെന്നാണ് മനസ്സിലാവാത്തത്. പാടാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് വെച്ച് എന്തും എവിടെയും പാടാം, ആരും ചോദിക്കില്ല എന്ന അവസ്ഥ എത്തിയിരിക്കുന്നു. തെമ്മാടിത്തരം കാണിക്കേണ്ടത് അമ്പലപ്പറമ്പുകളിൽ അല്ല, അതൊരു പുണ്യസ്ഥലമാണ്. വിശ്വാസികൾക്കിടയിൽ വന്ന് ദൈവമേ ഇല്ല എന്ന് പറയുന്ന പാർട്ടിയുടെ വിപ്ലവ ഗാനങ്ങൾ പാടുന്നത് എന്ത് അജണ്ടയുടെ ഭാഗമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനെ അഹങ്കാരം എന്നാണോ വെല്ലുവിളി എന്നാണോ പറയുക? കോടതി നേരിട്ടിടപെട്ട് ഒരു തവണ വാണിംഗ് നൽകിയതാണ്. എന്നാലും വീണ്ടും ഹിന്ദുക്കളുടെയും ഹിന്ദു വികാരങ്ങളുടെയും നെഞ്ചത്തേക്ക് തന്നെ. അവനവഞ്ചേരിയിൽ ഏപ്രിൽ 7-നായിരുന്നു അലോഷിയുടെ വിപ്ലവ ഗാനാലാപനം. അലോഷി വിപ്ലവ ഗാനം പാടാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നിലപാടും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പോലീസ് കണ്ണടയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവ ഗാനം പാടിയതിനെതിരെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അലോഷിയെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. എന്നിട്ട് എന്തു ഫലം? അമ്പലപ്പറമ്പിൽ വിപ്ലവ ഗാനം പാടിയത് ലാഘവത്തോടെ കാണാനാകില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചതാണ്. ആ കേസ് നിലനിൽക്കവെയാണ് അലോഷി വീണ്ടും വിപ്ലവ ഗാനം ആലപിച്ചിരിക്കുന്നത്. 100 പൂക്കളെ ലാൽസ്ലാം എന്ന ഗാനമാണ് അലോഷി പാടിയത്. വിപ്ലവ ഗാനം പാടുമ്പോൾ അലോഷിയെ പ്രോത്സാഹിപ്പിക്കാൻ പാർട്ടി പ്രവർത്തകരുമുണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ 7-ാം തീയതി ക്ഷേത്രത്തിൽ ഒരു ഗസൽ പ്രോഗ്രാം നടക്കാൻ പോകുന്നുവെന്നും അതിൽ വിപ്ലവ ഗാനം ആലപിക്കാൻ സാധ്യതയുണ്ടെന്നും കാണിച്ച് നേരത്തെ തന്നെ പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് SP ഉറപ്പ് നൽകിയാണ് പരാതിക്കാരെ തിരിച്ചുവിട്ടത്. ഉത്സവം കൂടാനാണ് ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നതെന്നും ഇത്തരം പ്രവൃത്തികൾ അനുവദിക്കാനാകില്ലെന്നും കടക്കൽ കേസിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നതാണ്. ഇത് ലംഘിച്ചാണ് അവനവഞ്ചേരിയിലും അലോഷി വിപ്ലവ ഗാനം ആലപിച്ചത്. 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്നതാണ് അലോഷി ചെയ്ത കുറ്റം. ഇത്തരം സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഇത് കേരള പോലീസ് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. വേറൊന്ന്, അമ്പലപ്പറമ്പാണല്ലോ, അവിടെ പിന്നെ എന്ത് കാണിച്ചാലും ആരും ഒന്നും പറയില്ലെന്നുള്ള തന്റേടവും. നിങ്ങൾ ഇവിടെ വ്രണപ്പെടുത്താൻ നോക്കിയത് ആ അമ്പല സന്നിധിയിൽ നിന്ന ഹിന്ദുക്കളുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയുമാണെന്ന് ഓർക്കുക അലോഷി. ഭക്തിമാർഗത്തിനുള്ളതാണ് അമ്പലങ്ങൾ. അവിടെ നിങ്ങൾ അതിന് വേണ്ടത് മാത്രം ചെയ്യുക. നിങ്ങൾ ഒരു ഹിന്ദുവല്ല, നിങ്ങൾ അതിനാൽ അമ്പലത്തിൽ പരിപാടി ചെയ്യരുത് എന്നൊന്നും അല്ലല്ലോ പറയുന്നത്. അന്നും അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. പാർട്ടി ഗാനങ്ങൾ പാർട്ടി ഓഫീസിൽ പോയി പാടൂ, പാർട്ടി പരിപാടിക്ക് പോയി പാടൂ, അല്ലാതെ സമ്മേളനമാണ് നടക്കുന്നതെന്ന ചിന്തയിൽ അമ്പലങ്ങളിലേക്ക് വരരുത്. അല്ല, പാർട്ടിയുടെ ധൈര്യത്തിൽ വന്ന് ഇത്തരം പരിപാടികൾ അവതരിപ്പിച്ചാൽ ചിലപ്പോൾ വിശ്വാസികളുടെ പ്രതികരണം ഇനി വളരെ മോശമായിരിക്കും. പിന്നീട് അത് താങ്ങാനായില്ല, ചെയ്തത് മോശമായി പോയി എന്നൊന്നും പറഞ്ഞു വന്നിട്ട് കാര്യമില്ല. പിന്നീടുള്ള ഇരവാദങ്ങളൊന്നും ഇവിടെ വില പോവുകയുമില്ല.